അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മടക്ക് പറാത്തയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ വീശാനോ ചുറ്റാനോ ഒന്നും നിൽക്കണ്ട കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പരത്തിയെടുക്കുക, മടക്കിയെടുക്കുക, ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 3/4 കിലോ മൈദ ഉണ്ട്. മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ട യൂസ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മതി കേട്ടോ, കൂടുതലായി പോണ്ട. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുട്ട, പാല് ഒന്നും ചേർക്കണില്ല. ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളമല്ല, ചെറുതായിട്ട് ചൂടുള്ളൊരു വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നേക്കാളും കുറച്ച് ലൂസായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസായി പോകണ്ട കേട്ടോ. പൊറോട്ടക്ക് കുഴക്കുന്ന അതേ ഇതിൽ തന്നെയാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മളിതൊരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അടിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ഇതിനേക്കാളും ചെറുതായിട്ട് നിങ്ങൾ ഉരുട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ ഉരുളകളും എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഓയിൽ തൊട്ടിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. നമ്മളെ കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി കേട്ടോ. ചപ്പാത്തി റോളർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കനം കുറച്ചിട്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ലെയറുകളായിട്ട് നമ്മുടെ പറാത്ത ചുട്ടെടുക്കുന്ന സമയത്ത് അതേ ലെയറുകൾ കൂടുതലായിട്ട് കിട്ടും. ഇനി നന്നായിട്ട് ഓയിൽ ഒന്നും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് 2 ഭാഗത്തുനിന്നൊന്ന് മടക്കിയെടുക്കുക. ഇത് നമ്മൾ ചുറ്റി വെച്ചിട്ട് വീണ്ടും പരത്തിയെടുത്ത് അങ്ങനെയൊന്നും ചുട്ടെടുക്കുന്ന പറാത്ത അല്ല കേട്ടോ. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വീണ്ടും നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിലാണ് ഉള്ളത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരത്തിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒരേ കനത്തിലാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ ആ മടക്കിയ ഭാഗം കുറച്ച് കനം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പരത്തിയിട്ടൊന്ന് ശരിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇത്രയും പരത്തിയെടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും പരത്തിയെടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പറാത്ത അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. മാവ് നല്ല സോഫ്റ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. മാവ് കുറച്ച് ഹാർഡാണെങ്കിലാണ് നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 2 ഭാഗത്തു നിന്നൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ മടക്കിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. എല്ലാ ഭാഗവും ഒരേ കനത്തിലാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ചൂടായ ഒരു തവയിലോ ഒരു പാനിലോ വെച്ചിട്ട് ചുട്ടെടുക്കാം. ഇതിലൊരുപാട് ഓയിലൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. നല്ല ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ടിട്ട് കുറച്ച് ഓയിലൊന്ന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നെയ്യിൽ ചുട്ടെടുത്താൽ മതി. ഇപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട്
മറ്റേ ഭാഗത്തും അതുപോലെ തന്നെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പൊറോട്ട ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് 2 ഭാഗവും കുക്കായി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇത് ഒരുപാട് നിങ്ങൾക്ക് മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ സമയം നിങ്ങൾക്ക് പാനിൽ തന്നെ ഇട്ടിട്ട് മൊരിച്ചെടുത്താൽ മതി. അല്ല സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 ഭാഗം കുക്കായി വരുന്ന സമയത്ത് പാനിൽ നിന്ന് കോരി മാറ്റിയാൽ മതി. ചിലർക്ക് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, നല്ല മൊരിഞ്ഞിട്ടുള്ളതൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. നമ്മളെ ടേസ്റ്റിനനുസരിച്ച് എല്ലാ മാറ്റങ്ങളും നമുക്ക് വരുത്താം. അപ്പോൾ നന്നായിട്ട് തന്നെ ഉൾഭാഗമൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് ചട്ടകൊക്കെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഒരുപാട് പൊറോട്ടയുടെ റെസിപ്പികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഗോതമ്പ് പൊടി കൊണ്ടും അതുപോലെ തന്നെ സാധാരണ മൈദ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പൊറോട്ടയുടെ റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ബാക്കിയുള്ള ഇതൊക്കെ എല്ലാം നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും പരത്തുന്നതും ചുടുന്നതൊന്നും കാണിക്കാത്തതിൻ്റെ കാരണം ഒരുപാട് ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് സാധാരണ ഒരു 2 3 കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊറോട്ടയാണ് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം തന്നെ നല്ല ലെയറുകളായിട്ടുണ്ടാവും. നമുക്കിത് അടിച്ചെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. എന്ത് കറീൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. നോൺ വെജ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇറച്ചിയുടെ കറി അതുപോലെ മസാല ഒക്കെ കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. വെജിറ്റേറിയൻസ് ആണെങ്കിൽ വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന ഏത് വെജിറ്റബിൾ മസാലയുടെ കൂടെ കറിയുടെ കൂടെ ഒക്കെ അത് കഴിക്കാൻ പറ്റും. ബെസ്റ്റ് കോമ്പിനേഷൻ അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു ഇത് കണ്ടെത്തുന്നത്. ഇപ്പോൾ എല്ലാം നമ്മളിവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റാണ്, ഉൾഭാഗമൊക്കെ ലെയറുകളായിട്ടാണ് ഇരിക്കുക. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.